കൽക്കത്തയിലെ മദർ തെരേസയുടെ ജീവിതത്തിലൊരു സംഭവമാണ്. ഒരിക്കലൊരു ചേരി പ്രദേശത്ത് കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന സമയം ആ സ്ഥലത്തേക്ക് ഭയചകിതനായിട്ടൊരു കാള ഓടി വരുന്നു. പേടിച്ചരണ്ടുപോയ കുഷ്ഠരോഗികളുടെ അടുക്കലേക്ക് ആ കാള ശൗര്യത്തോടെ അടുക്കുമ്പോൾ അതിനെ തടയാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. ആർക്കും അതിനുള്ള ധൈര്യമില്ല. മദർ തെരേസ ഉയർത്തിപ്പിടിച്ച കൈകളുമായി പെട്ടെന്ന് ആ കാളയുടെ മുൻപിലേക്ക് കയറി നിന്നു. കാള പയ്യെ നിശ്ചലനാവുന്നു. വെള്ള സാരി ഉടുത്ത രൂപത്തെ നോക്കിയ ശേഷം അനുസരണയോടെ ആ കാള പിന്നിലേക്ക് നടക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ദൈവം ഇടപെടും. വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായിട്ട് നമുക്കൊന്നുമില്ല. സുവിശേഷത്തിൽ അപ്പോസ്തലന്മാരുടെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ, രോഗസൗഖ്യം, അങ്ങനെ പലതും. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്നാണ് ഈശോ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11:40 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:12 എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. പക്ഷെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കണമെന്നില്ല. പക്ഷെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ മാത്രമേ സാധിക്കൂ. ശിഷ്യന്മാരെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. അങ്ങനെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.